ഹായ്, വെൽക്കം ടു ലിയ. നമുക്കിന്നിവിടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും നമ്മുടെ ഹെൽത്തിനും ആരോഗ്യപ്രദവും ഒരുപോലെ ഗുണപ്രദവുമായിട്ടുള്ള ഒരു ജ്യൂസാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും, ABC ജ്യൂസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. പല വലിയ ബേക്കറികളിലൊക്കെ ഇപ്പോൾ ഈ ABC ജ്യൂസ് വളരെയധികം പ്രചാരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ABC ജ്യൂസിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ എങ്ങനെയൊക്കെ കഴിക്കാം, ആർക്കൊക്കെ അത് ഉപയോഗിക്കാം, ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടു വരാം. അപ്പോൾ നമുക്ക് ഈ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. A എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്, A ഫോർ ആപ്പിൾ, B ഫോർ ബീറ്റ്റൂട്ട്, C ഫോർ ക്യാരറ്റ്. പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലെമണും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ള ഒരു ജ്യൂസാണ് ABC ജ്യൂസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ആപ്പിൾ ഒരുപാട് ഹെൽത്ത് പരമായിട്ട് നമ്മൾ ധാരാളം ഗുണഗണങ്ങളുള്ള പ്രൊഡക്ട്സാണ് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു നല്ല കോമ്പിനേഷനാണ് വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാവിധ വൈറ്റമിൻസും മിനറൽസും കാൽസ്യവും ഫോസ്ഫറസും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ABC ജ്യൂസിന് ഇത്രയധികം പ്രത്യേകതകൾ ഉള്ളത്. അപ്പം നമുക്കറിയാം, ക്യാരറ്റിനകത്ത് ധാരാളമായിട്ട് അയൺ കണ്ടൻ്റ് ഉണ്ട്. വൈറ്റമിൻ C റിച്ച് ആണ് നമ്മളുടെ ക്യാരറ്റ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നമ്മൾ ക്യാരറ്റ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ടും അതുപോലെ തന്നെയാണ്. ബീറ്റ്റൂട്ടിനകത്ത് HB പ്രോബ്ലം ഉള്ളവർക്ക്, നമ്മൾ അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. അതിലും ധാരാളമായിട്ട് ഫോസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, B12, B6 പോലെയുള്ള അയണിൻ്റെ ഘടകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിവായിട്ട് ബീറ്റ്റൂട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ആപ്പിൾ നിങ്ങൾക്കറിയാം, നമ്മൾ പറയും ഡെയിലി ഒരു ആപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആപ്പിൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതായത് സിങ്ക്, സെലേനിയം, മഗ്നീഷ്യം, കോപ്പർ, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് ഈ ആപ്പിൾ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉറപ്പാണ്. നമ്മളുടെ സ്കിന്നിന് നിറം കൂട്ടാനായിട്ട് വളരെ നല്ല, അതായത് ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും നമുക്കൊരു ആൻറ്റി ഏജിങ്, അതായത് നമുക്ക് വ്രിങ്കിൾസ് ഒക്കെ വരുന്നത് തടയാനായിട്ട്, നമുക്ക് ഏജ് കുറച്ച് നമുക്ക് ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അധികം പ്രായമൊന്നും ഉണ്ടാവില്ല, എങ്കിൽ പോലും അവരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചധികം പ്രായമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ലേ? അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് വർദ്ധിക്കുകയും നമുക്ക് അവരുടെ പ്രായം നമുക്ക് വളരെയധികം കുറച്ച് തോന്നത്തക്ക തരത്തിൽ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റും ഒരു തിളക്കവും അവരുടെ സ്കിന്നിന് വന്നു കാണുന്നുണ്ട്. ഇത് മുൻകാലങ്ങളിൽ നമ്മൾ ക്യാൻസർ രോഗികൾക്കൊക്കെ ഇതുപോലെ അവർക്കധികം ഫുഡ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു ഈ ABC ജ്യൂസ്. അതായത് നിങ്ങൾ കൂടുതൽ ആപ്പിൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ അധികം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചു വന്ന സാഹചര്യത്തിൽ അവരുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുകയും സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റനിങ്ങും തിളക്കവും ആയി കണ്ടുവന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ABC ജ്യൂസിന് ഇത്രയധികം പ്രചാരം കിട്ടിയത്. അപ്പോൾ ഇപ്പം നമ്മളൊക്കെ എടുത്ത് ബ്രൈഡ്സൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകം അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് വരാനായിട്ടൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് വിടാറുണ്ട്. ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മുടിക്കും, അതുപോലെ അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ, അതായത് പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ പോലെയുള്ള അസുഖങ്ങൾക്കും ഒക്കെ തടയാനായിട്ട് ഈ ABC ജ്യൂസ് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ ലിവർ ഡിസീസ് ഉള്ളത്, ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇതൊരു ആൻറ്റി ടോക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ലിവറിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്ക്, അതുപോലെ വയറ് സംബന്ധമായ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്കൊക്കെ ഈ ജ്യൂസ് ഡെയിലി ഉപയോഗിക്കുന്നത് വഴി ആ തരത്തിലുള്ള രോഗങ്ങളെ തടയാനായിട്ട് സാധിക്കും. കാരണം ധാരാളം ഫൈബർ ഉണ്ട് ഈ എല്ലാ പ്രോഡക്റ്റിലും. നിങ്ങൾക്കറിയാം, ക്യാരറ്റും ബീറ്റ്റൂട്ടും ആപ്പിളും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വയറ് സംബന്ധമായ ദഹന പ്രോബ്ലം ഉള്ളവർക്കും വയറ് സംബന്ധമായ അസുഖമുള്ളവർക്കും ഒക്കെ ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ജ്യൂസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം അരിച്ച് ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്പൂണിട്ട് കോരി കഴിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതലും നല്ലത്. ക്യാരറ്റും ബീറ്റ്റൂട്ടും ആപ്പിളുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ ഈ ജ്യൂസ് കാണുന്ന അത്രയും സുഖം ഇത് കുടിക്കാൻ ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചൊവ്വയായിരിക്കും നമ്മൾ ഈ ജ്യൂസ് എടുക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് ചിലർക്കൊന്നും പിടിച്ചോളണമെന്നില്ല. ബീട്രൂട്ട് ഒത്തിരി പേര് ഒഴിവാക്കുന്ന ഒരു വെജിറ്റബിളാണ്. മാക്സിമം നിങ്ങളൊക്കെ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഇത് കുടിക്കാൻ മടിയാണ്. അപ്പോൾ നമ്മൾ അതിലുള്ളൊരു അരമുറി നാരങ്ങ നീര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ആ ചുവ ഒരു അല്പം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർത്താലും കുറച്ച് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി അത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ എടുക്കുമ്പോഴത്തേക്കും അരമുറി ബീട്രൂട്ട് എടുത്താലും മതിയാവും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോഴേക്കും മാക്സിമം പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ഒഴിവാക്കി, എന്താ വെച്ചാൽ ആപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് അത്യാവശ്യം മധുരം ഉണ്ട്. പിന്നെ അതിലേക്ക് ഒരു പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു സ്പൂൺ തേൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മടി കാണിച്ചിട്ടുണ്ടാവും ഈ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നമ്മൾ ഈ ഫൈബർ കണ്ടൻറ്റോടുകൂടി, അതായത് അരിക്കാതെ ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം തൊട്ട് ഒരു 2-3 മാസം വരെയൊക്കെ നമ്മളത് ആ ഒരു കണ്ടിന്യൂസ് ആ ഒരു പ്രോസസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ കണ്ണിനും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ജ്യൂസ് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ശരീരത്തിന് ഗുണപ്രദമാകുക. ചിലർക്ക് ഇതിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം മെയിൻ ഫുഡിൻ്റെ ഇടവേളകളിൽ, അതായത് ഒരു 11 മണിക്കോ 3 മണിക്കോ മെയിൻ ഫുഡുകളുടെ ഇടവേളകളിൽ നമുക്കിത് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ധാരാളമായിട്ടുള്ള ഈ ജ്യൂസിൻ്റെ ഉപയോഗം കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ധാരാളമായിട്ട് ഫോസ്ഫറസും കാൽസ്യവും അടങ്ങിയിരിക്കുന്ന 2 സാധനങ്ങളാണ് ക്യാരറ്റും ബീട്രൂട്ടും. അതുകൊണ്ട് കണ്ടമാനം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കിഡ്നി സ്റ്റോണിനൊക്കെ കാരണമായേക്കാം. അപ്പോൾ എന്തും അധികമായാൽ അമൃതും വിഷമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കണ്ടമാനം യൂസ് ചെയ്യുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാം. എന്നും പറഞ്ഞാൽ ഡെയിലി നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ ABC ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. നമുക്കെല്ലാവർക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് വരാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കമൻറ്റ് തന്നെയാണ് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതോടുകൂടി ഈ ABC ജ്യൂസിനെ സംബന്ധിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരടുത്ത വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. താൽക്കാലികമായി ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.